UA എക്സ്ചേഞ്ച് പ്രവാസി ലോകത്തിലേക്ക് സ്വാഗതം. ഗൾഫ് പണത്തിന്റെ ഹുങ്കിൽ രസിക്കാനല്ല, കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതം മാറ്റിമറിക്കാനാണ് ഈ മനുഷ്യരെല്ലാം കടല് കടന്നത്. ഇവരുടെ പ്രതീക്ഷയായ പ്രവാസി ലോകം അവർക്കൊപ്പം മാറിയില്ലെങ്കിൽ അവർ ആകെ നിരാശരാകും. പാവപ്പെട്ടവന്റെ കൈത്താങ്ങാവാൻ പ്രവാസികൾക്ക് എന്നും സാധിക്കട്ടെ എന്ന പ്രത്യാശയോടെ ഇന്നത്തെ UA എക്സ്ചേഞ്ച് പ്രവാസി ലോകം നമുക്കിവിടെ ആരംഭിക്കാം. ലേബർ ക്യാമ്പിൽ കഴിയുന്ന നൂറുകണക്കിന് തൊഴിലാളികൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും എത്തിച്ച് ദുബായ് ന്യൂ മോഡൽ ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഓണം ഈദാഘോഷം വേറിട്ടതാക്കി. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ഈ പരിപാടിയിൽ പങ്കാളികളായി. റാഷിദയിലെയും സോനാപൂരിലെയും തൊഴിലാളികളുടെ വാസസ്ഥലത്താണ് കുട്ടികൾ ആഹാര സാധനവുമായി എത്തിയത്. സാന്ത്വനം എന്ന പേരിട്ട പരിപാടിക്ക് തുടർച്ചയായ 3-ാം വർഷമാണ് കുട്ടികൾ നേതൃത്വം നൽകുന്നത്. ഒരാൾക്ക് ഒരാഴ്ചത്തേക്ക് ഉതകുന്ന രീതിയിലുള്ള 1000 കിറ്റുകളാണ് കുട്ടികൾ എത്തിച്ചത്. അക്കാഡമിക് ഡയറക്ടർ സുരേന്ദ്രൻ നായർ, വൈസ് പ്രിൻസിപ്പൽ അഹമ്മദ് ആസാദ്, അക്കാഡമിക് മാനേജർ അബ്ദുൾ റഷീദ്, ആന്റണി കോശി, അഭിലാഷ് സിംഗ് എന്നിവർ വിദ്യാർത്ഥികൾക്കൊപ്പം പങ്കുചേർന്നു. കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടത് കാരണം തൊഴിൽ പ്രശ്നങ്ങളിൽ കുടുങ്ങിയ അൽഹസയിലെ സൗദി ഓജർ കമ്പനിയിൽ ദുരിതത്തിൽ കഴിയുന്ന ഇന്ത്യൻ തൊഴിലാളികൾക്ക് നവയുഗം സാംസ്കാരിക വേദി അൽഹസ മേഖലാ കമ്മിറ്റി പ്രവർത്തകർ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തു. അൽഹസയിലെ സൗദി ഓജർ കമ്പനിയുടെ ക്യാമ്പിൽ കഴിയുന്ന 18 ഇന്ത്യൻ തൊഴിലാളികൾക്കാണ് നവയുഗം പ്രവർത്തകർ സഹായവുമായി എത്തിയത്. നവയുഗം അൽഹസ മേഖലാ കമ്മിറ്റി രക്ഷാധികാരി ഹുസൈൻ കുന്നിക്കോട്, മേഖലാ കമ്മിറ്റി സെക്രട്ടറി ES റഹീം തൊളിക്കോട്, പ്രസിഡന്റ് രാജീവ് ചവറ, സാമൂഹിക ക്ഷേമ വിഭാഗം കൺവീനർ അബ്ദുൾ ലത്തീഫ് മൈനാഗപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലാണ് നവയുഗം പ്രവർത്തകർ ക്യാമ്പ് സന്ദർശിച്ച് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ സൗദിയിലെ തബൂക്കിലേക്ക് വീട്ടുജോലിക്കായി പോയ ഇടുക്കി സ്വദേശി മോളിയെ തേടിയാണ് മകൾ മോനിഷയും ഭർത്താവും പ്രവാസി ലോകത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പതിവ് പോലെ തന്നെ മോളിയും കഠിനമായ പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. മോളിയുടെ തിരിച്ചുവരവിനായി വീണ്ടും പണം വാങ്ങിയ ഏജന്റ് അഭിലാഷ് ആകട്ടെ ഇപ്പോൾ പ്രതികരിക്കുന്നുമില്ല. മോളിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. മോളി കഴിഞ്ഞ വർഷം പോയത് അല്ലേ? നിങ്ങളുടെ വീടെവിടെ? എന്റെ കെട്ടിച്ചേക്കുന്നത് കോഴിക്കോടേക്കാണ്. അമ്മ താമസിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ വേറെ മക്കളുണ്ടോ? ഒരാളും കൂടെ ഉണ്ട്. അവളെ കെട്ടിച്ചേക്കുന്ന വാഗമണ്ണിലാണ്. അച്ഛനോ? അച്ഛൻ അവർ രണ്ടുപേരും പിരിഞ്ഞിട്ടാ. അവർ സ്നേഹിച്ച് എല്ലാം കഴിച്ചവരായിരുന്നു. 2 കാസ്റ്റാണ്. അപ്പൊ രണ്ടുപേരും ഡിവോഴ്സ്. അച്ഛൻ നോക്കുന്നില്ല. അമ്മ അതുകൊണ്ടാണ് ജോലി അന്വേഷിച്ചു പോയത്. അതെ, ഞങ്ങൾ സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അമ്മ അമ്മയുടെ കൂടെയായിരുന്നു. ഇടുക്കി ജില്ലയിൽ തന്നെ അവര് താമസിക്കുന്ന അവരുടെ കൂടെയായിരുന്നു. ആരാ കൊണ്ടുപോയത്? അഭിലാഷ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ആളാണ്. ചങ്ങപ്പമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അയാളാണ് കൊണ്ടുപോയത്. പിന്നെ ഹമീദ് എന്ന് പറഞ്ഞ ഒരാള് കോയമ്പത്തൂരുള്ള ഒരാളും കൂടി ഷെയർ ഉണ്ട്. ഞാൻ ഒരിക്കലും അയാളെ കണ്ടിട്ടുണ്ട്. അഭിലാഷിനെ കണ്ടിട്ടുണ്ട്. അഭിലാഷ് എന്നോട് പറഞ്ഞു ഒരുപാട് ഇതുപോലെ അടിയും വഴക്ക കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇയാളെ കാണാൻ വേണ്ടി പോയി. അന്ന് എന്നോട് പറഞ്ഞു 32,000 രൂപ കൊണ്ട് തരുവാണെങ്കിൽ ഞാൻ അമ്മേനെ നാട്ടിലെത്തിക്കാം. ഇത് ഒരു നോയമ്പിൻ്റെ സമയത്തായിരുന്നു പോയത്. നോയമ്പ് തുടങ്ങി 15 ദിവസമായപ്പോൾ. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് ഹമീദുമായിട്ട് ആലോചിച്ചിട്ട് പെരുന്നാൾ കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളിൽ അമ്മേനെ നാട്ടിലെത്തിക്കാമെന്നായിരുന്നു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് രണ്ടാമത് ഞങ്ങൾ പോയി 32,000 രൂപ കൊടുത്തു. അതിനു മുമ്പ് അമ്മ പോവാൻ നേരത്ത് 9,500 രൂപ ഇയാളെ കൊണ്ട് ഏൽപ്പിച്ചായിരുന്നു, ഈ അഭിലാഷിനെ. പിന്നെ ഒരു 500 രൂപ റീചാർജ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ വൈഫ് അവിടെയാണ്. അപ്പം അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി 500 രൂപ അഭിലാഷിൻ്റെ 500 രൂപ അങ്ങനെയും ചെയ്തു കൊടുത്തു. അങ്ങനെ മൊത്തം ഞങ്ങൾ 42,000 രൂപ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അമ്മ പറയുന്നത് ഫുൾ ടൈം ജോലിയാണ്, ഒഴിവേ ഇല്ല. വിശ്രമിക്കാൻ വിട്ടാലും അവര് ഒരു മണിക്കൂർ അങ്ങനെ ആകുമ്പോഴത്തേക്കും തിരിച്ചെന്ന് വിളിക്കുകയാണ്. പിന്നെ അവിടുത്തെ മാമ എന്ന് പറയുന്ന അവരുടെ വല്യമ്മ, അവരാണ് പുറത്തു പറയാൻ പറ്റാത്തുള്ള രീതിയിലുള്ള അമ്മേനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുക.
പിന്നെ അറബികൾ അവിടുത്തെ അവരുടെ മക്കൾ അമ്മേനെ ശല്യം ചെയ്യാണ്, പിന്നെ അടിയാണ്, അമ്മയുടെ മേത്ത് മൊത്തം പാടാണെന്ന് പറയുന്നു. മരുന്നില്ല, ഭക്ഷണം അവർക്ക് തോന്നുമ്പം കൊടുക്കുക. പിന്നെ അമ്മയ്ക്കാണെങ്കിൽ കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പോൾ ഒരു കൈ പൊന്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം എന്ന് പറഞ്ഞു. തബൂക്കിലാണ് അല്ലേ? തബൂക്കില് നമ്മളാളുകളായിട്ട് ഒരു വല്ല ബന്ധപ്പെട്ടില്ലായിട്ട് നടന്നിരുന്നു? ഇല്ല, എനിക്ക് ആകെ അറിയാവുന്ന ഉണ്ണിസാറെന്ന് പറഞ്ഞ സാറാണ് ഇതിന്റെ. സാറമ്മനെ വിളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഉണ്ണി എന്താ പറയുന്നത്? സാറാണ് ഇങ്ങോട്ട് റെഫർ ചെയ്തേ, ഇവിടേക്ക് വന്ന് പറയാം. ഇതിലിപ്പോ എനിക്ക് തോന്നുന്നു കോൺട്രാക്ട് ഒന്നും ഇല്ലാതെ പോയതാവും ഈ അല്ലേ? കോൺട്രാക്ട് ഒന്നും ഇല്ലാതെ അറബികളുടെ ഒരു എന്താ പറയാ, ഒരു തട്ടിപ്പ് വിസ സംഘത്തിലായിരിക്കും ഇവർ പോയിട്ടുണ്ടാവുക. ഈ മാമ പറയുന്ന 5 വർഷം കഴിഞ്ഞാലേ അമ്മനെ നാട്ടിൽ മാമയുടെ ചെലവിലാണല്ലോ ഇപ്പൊ നമ്മളെ കൂടെ ജീവിക്കുന്നത് ഇന്ത്യയില്. എന്തൊക്കെ ഇവര് ധരിച്ചിരിക്കുന്നത് മാമാര്. പ്രവാസലോകം പ്രവർത്തകരോടാണ് താബൂക്കിലുള്ള. ഇത്തരം കേസുകൾ പുതുതല്ല. മോളി സെബാസ്റ്റിനെ പോലെ ഉള്ള സഹോദരിമാര് നിരവധി വഞ്ചിക്കപ്പെട്ടതിൻ്റെ കഥകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ നിരവധി തവണ പ്രേക്ഷകരുടെ മുമ്പിലും പ്രവർത്തകരുടെ മുമ്പിലും എത്തിച്ചതാണ്. ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളായിട്ടുള്ള വീട്ടുജോലിക്കാരാണ്. വീട്ടുജോലിക്കാർക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു നിയമവും വന്നില്ല. പക്ഷേ ഈ മൈഗ്രേഷൻ എന്ന് പറയുന്ന രീതിയിൽ ഒരു പുതിയ ഇത് വന്നിരുന്നു. അതിനെ വെട്ടിച്ചുകൊണ്ട് ചില കള്ളക്കടത്തുകാരും ഏജന്റുമാരും എല്ലാം തന്നെ കൂടി നടത്തുന്ന ഒരു തട്ടിപ്പാണ് ഇപ്പോൾ ഇതിൽ മോളി സെബാസ്റ്റ്യൻ പെട്ടുപോയിട്ടുള്ളത്. അപ്പോൾ ഇത് കുറെ കൂടി പോകുന്നവർ ജാഗ്രത കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, ശരിക്ക് കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ പോകാം. കോൺട്രാക്റ്റ് ഇല്ലാത്ത ആളുകൾ പോകരുത്. ഈ ആദ്യ തട്ടിപ്പായിട്ട് കുറേ ആളുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അവർ ചിലപ്പോൾ തട്ടിപ്പാണെന്ന് വിചാരിച്ചിട്ടാവില്ല, അറബി ഒരാളെ വേണമെന്ന് പറയുന്നു, അടുത്തുള്ള ഒരാളെ കൊണ്ടുപോകുന്നു, ചെറിയ പൈസ കിട്ടുന്നു, അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ഈ അഭിലാഷിനെ പോലുള്ള ആളുകൾ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ളത് ഒരു ചതിയാണ്, വഞ്ചനയാണ്, കടുത്ത അനീതിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇതിൽ ആരൊക്കെ പങ്കാളിയാകുന്നോ അവർ അധാർമികമായിട്ടുള്ള ഒരു കർമ്മമാണ് ചെയ്യുന്നത് എന്ന് ഞാൻ അവരെ ബോധിപ്പിക്കാനാവും. നമ്മുടെ നാട്ടിലെ നിയമത്തിന് വിരുദ്ധമായിട്ട് കള്ളക്കടത്ത് കടത്തുന്ന പോലെ വീട്ടുജോലിക്ക് കൊണ്ടുപോയി മനുഷ്യക്കടത്ത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, അവരെ ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ഭക്ഷണം നൽകാതിരിക്കുകയും. ഇപ്പോൾ മോളി സെബാസ്റ്റിൻ്റെ കാര്യം ഇപ്പോൾ നമ്മൾ കേട്ടു. അപ്പോൾ അവരുടെ ഒരു കൈ പൊന്തുന്നില്ല, അവർ ഡയബറ്റിക്കാണ്, അവർ കൊളസ്ട്രോൾ ഉള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പോകുന്നൊരു പ്രത്യേക സാഹചര്യത്തിലാണ്. പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണ് മോളി. ആ മക്കൾ 2 പെൺകുട്ടികളാണ്. അദ്ദേഹം അവരെ വിട്ടുപോയി. അതിൻ്റെയൊക്കെ വീടില്ല. അപ്പോൾ ഒരു വീട് വെക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് പോയതാണ് സഹോദരി. വീട് വയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും നേരിടേണ്ടി വരികയാണ്. എങ്ങനെയെങ്കിലും നാട് പിടിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ മോളി ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഉണ്ണി എന്ന നമ്മുടെ പ്രവർത്തകൻ അവിടെ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അത് ഫലവത്തായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് ഇത് ചെയ്യുന്നത്. ഞങ്ങൾ ഈ പ്രോഗ്രാമിൽ പ്രത്യക്ഷപ്പെടാത്ത തന്നെ നിരവധി കാര്യങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലെയും മറ്റും ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഓരോരുത്തരും, ഞാനും റഫീഖും അതുപോലെ പ്രവാസലോകം പ്രവർത്തകരൊക്കെ തന്നെ അവരവരുടേതായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഏത് സമയത്തും ബന്ധപ്പെടാവുന്ന രീതിയിൽ ഞങ്ങളുടെ മൊബൈൽ ഫോൺ പോലും എപ്പോഴും ഓപ്പൺ ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഒരു മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന നിലയിൽ കൂടിയാണ്, മീഡിയ പ്രവർത്തകർ എന്ന നിലയിൽ മാത്രമല്ല, മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന നിലയിൽ കൂടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഇവരെ നാട്ടിലെത്തിക്കുന്നതിന് എംബസിയും അതുപോലെ തന്നെ അവിടുത്തെ പ്രവാസലോകം പ്രവർത്തകരും അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ലക്ഷ്മി ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ എന്തായാലും അമ്മയോട് പറഞ്ഞിരിക്കും, ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്യും, നമ്മുടെ പ്രവർത്തകർ വേണ്ടത് ഇത് ചെയ്യും. നമ്മളുടെ പ്രവർത്തകരെ നമ്പറൊക്കെ ഇതിലുണ്ടാവും, അപ്പോൾ അവരെ വിളിക്കാൻ പറയുക.
പിന്നെ വേണ്ടതൊക്കെ ഉണ്ണി ചെയ്യും. തീർച്ചയായിട്ടും പ്രവാസ ലോകം അതിൻ്റെ ശക്തമായിട്ടുള്ള പ്രവർത്തന രീതികൾ ഇതിനു വേണ്ടി ഉപയോഗിക്കും. കേട്ടാ, സന്തോഷമായിട്ടും. കഴിഞ്ഞ വർഷം ജനുവരിയിൽ സൗദിയിലെ അബഹയിലേക്ക് ഡ്രൈവർ ജോലിക്കായി പോയ കൊല്ലം കടക്കൽ സ്വദേശി വിജയദാസിന് ലഭിച്ചത് ആടുമേപ്പും തോട്ടത്തിലെ പണിയുമാണ്. സഹിക്കാൻ വയ്യാതായപ്പോൾ സ്പോൺസറിനെ വിട്ട് പുറത്തു ചാടി നിൽക്കുകയാണ് വിജയദാസ്. ഇന്ന് കിടക്കാനോ ഭക്ഷണത്തിനോ വകയില്ലാതെ കഷ്ടപ്പെടുന്ന വിജയദാസിന് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് എത്തണം. അതിനുവേണ്ടി വിജയദാസിന്റെ അച്ഛനും അമ്മയും ഇന്ന് പ്രവാസി ലോകത്തിലേക്ക് എത്തിയിരിക്കും. വിജയദാസ് ഇതിനു മുമ്പ് പോയിട്ടുണ്ട് ഗൾഫിലില്ല? ആദ്യം പോയതാ. എത്ര വയസ്സുണ്ട്? 28 വയസ്സായി. കല്യാണം കഴിച്ചില്ല? ഇല്ല. എത്ര മക്കളാ? 3 മക്കളാ. 3 മക്കളാ. മൂത്തയാളാണ്. പഠിച്ചണ്ട? +2 വരെ പോയി. കമ്പ്യൂട്ടർ ഡിപ്ലോമ ഉണ്ട്. ഡ്രൈവിംഗ് അറിയാം. ഡ്രൈവറാണെന്ന് പറഞ്ഞിട്ടാ കൊണ്ടുപോയത്. എന്നിട്ട് ആട് മേയ്ക്കാൻ വിട്ടു. 11 മാസം ഈ കൊണ്ടുപോയ അറബിയുടെ കൂടെ നിന്നു. അപ്പോൾ 11 മാസം ആയപ്പോൾ ഇതിനിടയ്ക്ക് ഈ കൊണ്ടുപോയ ആൾ തന്നെ അടുത്തുള്ള അടക്കമുള്ള ഒരാളാണ് കൊണ്ടുപോയത്. അപ്പം 11 മാസമായിട്ടും അക്കാമ എടുത്തു കൊടുക്കാനുള്ള സംവിധാനം ചെയ്തില്ല. അപ്പോൾ പല പ്രാവശ്യം ഈ കൊണ്ടുപോയ ആളിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അക്കാമ എടുത്തു കൊടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിനെ കയറ്റി വിടണമെന്ന് പറഞ്ഞ് അവൻ്റെ പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞതാണ്. അപ്പം ഇതിന് അവൻ പല പ്രാവശ്യം ഈ അറബിയെ കാണാൻ പോയിരുന്നു. പക്ഷെ അക്കാമ എടുപ്പ് നടന്നില്ല. 11 മാസമായി. അപ്പോൾ ശമ്പളമില്ല. ആദ്യം പോയി ആ 2 മാസം, ആദ്യത്തെ 1 മാസത്തിൽ ഇവനെ വണ്ടിയിലൊക്കെ അറബി കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് ആട് ഫാമിലിട്ട്. അപ്പോൾ ആദ്യത്തെ 2 മാസം 1000 രൂപ വീതം ശമ്പളം കൊടുത്തിരുന്നു. അത് ഈ ഗിരിയുടെ ഈ കൊണ്ടുപോയ ആളിൻ്റെ ഏർപ്പാടിൽ തന്നെ പിന്നെ അവരുടെ ബന്ധുവിൻ്റെ ഒരു അക്കൗണ്ടിൽ പൈസ വന്ന് ആ 2000 റിയാലിൻ്റെ പൈസ നമ്മളെ കൈ കിട്ടിയത്. അപ്പോൾ 1.5 ലക്ഷം രൂപ കടം വാങ്ങിച്ച് ഇവിടെ ചിലവാക്കി. അവനെ നമ്മൾ മൂലധനമില്ലാത്ത കൂലിപ്പണിക്കാരാണ്. അപ്പം പിന്നെ ആ കിട്ടിയ പൈസ 2 പേർക്ക് കൊടുക്കാനുള്ള അവർ പലരെന്നായിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ 2 പേർക്ക് ചില്ലറയായിട്ട് കൊടുക്കാനുള്ള പൈസ കൊടുക്കും. അത് കഴിഞ്ഞ് 11 മാസമായിട്ട് പിന്നെ ശമ്പളം ഇല്ല. അവിടെ അങ്ങ് കിടപ്പായി. അപ്പോൾ നിവർത്തില്ല. ഫോൺ ചെയ്യുന്ന ഈ 11 മാസം ഞാൻ അങ്ങോട്ടാണ് ഫോൺ വിളിക്കുന്നത്. അന്ന് അവന് ഫോൺ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വിളിക്കാൻ പറ്റും. അപ്പോൾ ഈ പിന്നെ കൊണ്ടുപോയ ആൾ തന്നെ വന്നിട്ട് അവനെ രാത്രി വന്ന് വണ്ടി കയറ്റിയിട്ട് പറഞ്ഞ് കയറ് എന്ന് പറയാം. അപ്പോൾ കൂടെ വേറെ ആളും കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഈ കക്ഷിയായിട്ട് ബന്ധമുള്ള. അപ്പോൾ പുള്ളിയെ പിടിച്ച് അവർ നേരത്തെ പറഞ്ഞിരുന്നു അവരെ വണ്ടിയും കൊണ്ട് വരും കയറിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞ് അയാൾ റെഡിയായിരുന്നു. അപ്പോൾ എൻ്റെ മോന് പിന്നെ പറഞ്ഞതുമില്ല, ഒന്നും എടുക്കാൻ പാസ്പോർട്ടും അവൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും മാത്രം എടുത്തുകൊണ്ട് വണ്ടി കയറി. അപ്പം രാത്രി അപ്പോൾ പറഞ്ഞു, പിന്നെ നീ വന്നില്ലെങ്കിൽ നിൻ്റെ പേര് കേസെടുത്ത് മറ്റോ ചാടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് നിൻ്റെ പേര് കേസെടുത്ത് പിന്നെ അകത്താക്കും, നിനക്ക് നാട് കാണാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞ് ഭീഷണി പിടിച്ചപ്പോൾ അവൻ അതിനുള്ള ഈ അത്ര ലോകപരിചയമുള്ള 28 വയസ്സുണ്ടെന്നുള്ളേ ഉള്ളൂ. ഇവനും കൂടെ വണ്ടി കയറി. അപ്പം വേറൊരു അറബിയുടെ തോട്ടത്തിൽ കൊണ്ടിറക്കി 1 മാസത്തോളം പിന്നെ ഈ കൊണ്ടുപോയ അവനും ഈ കൂടെ അവനും എൻ്റെ മോനും കൂടെ പോയ ആളും കൂടെ അവിടെ നിന്ന് അറബിയുടെ കൂടെ വന്നു. 1 മാസം നിന്നപ്പോൾ 1000 രൂപ അവിടെ നിന്ന് ശമ്പളം കൊടുത്തു. അപ്പോൾ അത് പിന്നെ അതിനിടയ്ക്ക് കൊണ്ടുപോയ ആൾ തന്നെ ഇവൻ്റെ പാസ്പോർട്ടും ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം വാങ്ങിച്ചു. കടയ്ക്കൽ പിന്നെ ഈയക്കോട് ഉള്ള ഒരു ഗിരിയെന്ന് വിളിക്കുന്ന ഗിരീഷ്. അപ്പം പിന്നെ പുള്ളി ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ എല്ലാം വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ച് അവിടെ നിന്ന് ആ 1 മാസം നിന്നപ്പം ആദ്യത്തെ മാസം അവിടെ ഒരു പുതുതായിട്ട് സ്ഥലത്ത് ചെല്ലുമ്പോൾ ശമ്പളം വല്ല സന്തോഷമായിട്ട് 1000 രൂപ അവന് ശമ്പളം കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് 500 റിയാലും കൂടെ ഈ പുള്ളിയെ വാങ്ങിച്ചു. വായ്പായിട്ട് വെച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് പോയി. അപ്പം പാസ്പോർട്ടും ഇല്ല, ലൈസൻസും ഇല്ല, വേറെ രേഖകളില്ല, അക്കാമയൊന്നുമില്ല. അല്ല, ഈ പുള്ളിയെ കൊണ്ടുപോയ ആളാണ് വാങ്ങിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ 2-3 മാസത്തോളം അവിടെ നിന്ന് ആ അറബിയുടെ കൂടെ നിന്ന്. അപ്പോൾ പിന്നെ 10 പൈസയില്ല, ഫോൺ ചെയ്യാൻ നിവൃത്തില്ല. ഫോണല്ല ഈ അറബി വാങ്ങിച്ചങ്ങ് വെച്ചു. അപ്പോൾ വീട്ടിലും വിളിക്കാൻ നിവൃത്തില്ല, അങ്ങോട്ട് വിളിക്കാൻ നോക്കില്ല. അങ്ങനത്തെ അവസ്ഥയായപ്പോഴത്തേക്ക് ഇവർ തങ്ങളിൽ എന്താ അഭിപ്രായ വ്യത്യാസമായിട്ടുണ്ട്. പൈസയും ഇല്ല, പിന്നെ ഫോൺ വിളിക്കാനും നിവൃത്തിയില്ല, പുറത്തിറങ്ങാനും നിവൃത്തില്ല. അങ്ങനത്തെ അവസ്ഥയായി ഇവർ തങ്ങൾ ശമ്പളവും കൊടുക്കാതായപ്പോൾ എന്തോ അഭിപ്രായ വ്യത്യാസം വന്ന് അറബികൾ ശരിക്കും അടിച്ച്. എൻ്റെ മാത്രമല്ല, 2 കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു. ഒന്ന് പിന്നെ നെടുവങ്ങാട്ടുള്ളയും ഒന്ന് വട്ടിയൂർക്കാവിലുള്ളയും. അവർക്ക് അവിടെ ചെന്ന് കണ്ടു പരിചയമുള്ളൂ. അപ്പോൾ ഈ 3 കൊച്ചുങ്ങളെയും കൂടെ അവർ ഓടിച്ചിട്ട് അടി കൊണ്ട് സഹിക്കാൻ വയ്യ. കൊച്ചുങ്ങൾ പറഞ്ഞ് ഓടി. മരത്തിലൊക്കെ പിടിച്ചിട്ടിട്ട് അടിച്ചെന്ന എൻ്റെ കൊച്ചിനെ മരത്തിൽ പിടിച്ചിട്ടിട്ട് അടിച്ചെന്ന് നമ്മളെ പ്രവാസം ഒരു അവിടുത്തെ ഒരു സംഘടനയുടെ ഒരാളെന്നെ വിളിച്ച് മനുഷ്യനെടുക്കാൻ പറഞ്ഞു, എൻ്റെ കൂടെ പറഞ്ഞു. അപ്പം അത്രയും കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടി. ഈ 3 കൊച്ചുങ്ങൾ കൂടി ഓടി. 3 പിള്ളേരാണ് ഓടി. നമ്മുടെ അടുത്തുള്ള ഒരു മലയാളി റൂമിനകത്ത് ഓടി ചെന്ന് കയറി. അപ്പോൾ അവിടെ നിൽക്കാൻ റോഡ് സൈഡിൽ ഓടി ചെല്ലുന്ന വീട്ടിന് അവിടെ നിൽക്കാനൊക്കെ ഇല്ലല്ലോ. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് പിന്നെ അപ്പോഴത്തന്നെ ആ പുള്ളിയുടെ ഫോണിൽ എന്നെ വിളിച്ച് എൻ്റെ നമ്പർ കാണാതറിയാമായിരുന്നു. അപ്പോൾ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചോ പറഞ്ഞിങ്ങനെ കടക്കിലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ആലിങ്കോട്ടുള്ള
അപ്പോൾ പുള്ളി പറഞ്ഞ കുഴപ്പമില്ല, കാരിച്ച് ഈ നമ്പറിൽ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പം ഇങ്ങോട്ട് അന്ന് ഒരു ദിവസം വിളിച്ചില്ല, പിറ്റേന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ കട്ട് ചെയ്ത് മച്ചാൻ അങ്ങോട്ട് ഗൾഫ് നമ്പർ വിളിച്ചത്. പിന്നെ പുള്ളിയോട് ചോദിച്ചു, അപ്പോൾ പറഞ്ഞു അതുപോലെ തനിക്ക് അങ്ങ് ആകാനും ഇവിടെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അപ്പോൾ എനിക്ക് നമ്മൾ ഇവിടെ കേരളം വിട്ട് അങ്ങനെ പോയിട്ടില്ല, തമിഴ്നാട് വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെ പറഞ്ഞപ്പോഴത്തേക്ക് അറിയാവുന്ന പിള്ളേർ അബഹയിൽ നിന്ന കൊച്ചുങ്ങളുണ്ടായിരുന്നു, അബഹയിലായിരുന്നത്. അപ്പോൾ അബഹയിൽ നിന്ന ഒരു ഇല്ല, അപ്പം പിന്നെ ഇവിടെ റിയാദിലാണുള്ളത്. റിയാദിലുണ്ട്, 4 മാസം കൊണ്ട് റിയാദിലുണ്ട്. വിജയദാസ് ഒരപേക്ഷ എംബസിയിലേക്ക് കൊടുക്കണം. താൻ ഇത്തരത്തിലുള്ള ഒരു കുടുക്കിൽപ്പെട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് എന്നെ നാട്ടിലേക്ക് അയക്കാനുള്ള സർവ്വ ചുമതലയും എംബസി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് ഈ കുട്ടിയോട് കൊടുക്കാൻ പറയണം. നിങ്ങൾ പ്രേമചന്ദ്രനെ വീണ്ടും പോയി കാണണം. ഇത് അദ്ദേഹത്തിന്റെ കൂടി ചുമതലയാണ് ഈ ആളെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റിന്റെ, ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രതിനിധിയാണ് NK പ്രേമചന്ദ്രൻ. നിങ്ങളുടെ കൊല്ലം സ്വദേശത്തുള്ള ആളുകൾ വിദേശത്ത് പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടാനുള്ള വ്യക്തിയാണ് NK പ്രേമചന്ദ്രൻ. ഇത് വിദേശകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ളത് കൊണ്ട് ദീർഘകാലത്തെ പരിചയമുള്ള, പാർലമെന്റിൽ പരിചയമുള്ള NK പ്രേമചന്ദ്രൻ എന്ന ലോകസഭാ അംഗത്തിന് ഇതിൽ കൃത്യമായിട്ട് ഇടപെടാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം വിദേശകാര്യ വകുപ്പുമായി അടിയന്തരമായി ബന്ധപ്പെടാനുള്ള താല്പര്യം നിങ്ങൾ ഉണ്ടാക്കണം. അദ്ദേഹത്തെ പോയി കാണണം. തീർച്ചയായിട്ടും ഞാൻ കൂടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളെ കഴിയുന്നത്ര വേഗത്തിൽ സഹായിക്കും. എംബസിയോട് നിങ്ങളുടെ മകൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറയണം. ഇതുകൂടാതെ എനിക്ക് പ്രവാസലോകം പ്രവർത്തകരോട് പറയാനുള്ളത്, റിയാദിലുള്ള വിജയദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാണ്. എംബസി ഇടപെട്ട് അദ്ദേഹത്തെ നാട്ടിലയക്കാനുള്ള സഹായ സഹകരണങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. വിജയദാസ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി ചതിക്കപ്പെടുന്ന നിരവധി ചെറുപ്പക്കാരിൽ ഒരാളാണ്. ഒരു കേസല്ല, ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അവരുടെ അച്ഛനും അമ്മയുമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും സഹായിക്കാൻ നമ്മൾക്ക് ഉത്തരവാദിത്തമുണ്ട്. വിജയദാസ് ചെയ്യേണ്ടത് എംബസിക്ക് കത്തയക്കുക. ഞങ്ങളുടെ സംഘടനയുണ്ട് അവിടെ. ഞങ്ങളുടെ സംഘടന എന്ന് പറഞ്ഞാൽ പ്രവാസലോകം പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അവരുടെ നമ്പർ ഇതിൽ കിട്ടും. അവരുമായി നിങ്ങൾ ടെലിഫോണിലോ മറ്റോ ബന്ധപ്പെട്ടാൽ അവർ ചില നിർദ്ദേശങ്ങൾ തരും. എംബസിയുമായി ബന്ധപ്പെടാനുള്ള അവരുടെ സഹകരണങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും നോർക്ക പോലുള്ള സ്ഥാപനങ്ങളുടെ സഹായവും നിങ്ങൾക്കുണ്ടാവും. നോർക്കയെ നിങ്ങൾ സമീപിക്കണം. നോർക്കയിൽ പോയിട്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് നിങ്ങൾ ഒരു അപേക്ഷ കൊടുക്കണം. വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ കൂടിയാൽ വിജയദാസ് തീർച്ചയായിട്ടും നാട്ടിൽ തിരിച്ചെത്തും. വിജയദാസ് അതിനുവേണ്ടി ശ്രമിക്കണം. അമ്മയ്ക്ക് എന്തെങ്കിലും പറയണ്ട? ആയിക്കോട്ടെ. മോളി സെബാസ്റ്റ്യനെ പോലെ നൂറുകണക്കിന് വീട്ടുതൊഴിലാളികളാണ് സൗദിയിൽ മോചനം കാത്തു കഴിയുന്നത്. തൊഴിൽ വിസകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിലെ UAE എക്സ്ചേഞ്ച് പ്രവാസി ലോകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.